ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇലയൊക്കെ പൊഴിയും. അപ്പോൾ 430-ഒക്കെ ഇല അങ്ങനെ പൊഴിയുന്നവരെ കാണുന്നില്ല. 105-ൻ്റെയാണ് കൂടുതൽ ഇല പൊഴിയുന്നത്. RRI 430 ഇനത്തിൽപ്പെട്ട റബ്ബർ തൈയാണ്. റബ്ബർ ബോർഡിൻ്റെ അപ്രൂവൽ ഇല്ലാത്ത നഴ്സറികളും തൈകളും വാങ്ങിക്കഴിഞ്ഞാൽ ആ ബില്ല് ബോർഡ് അംഗീകരിക്കുന്നില്ല. നമ്മുടെ ചാനലിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റബ്ബറിൻ്റെ ഇനങ്ങളും അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് റബ്ബറാണ്. ഇപ്പോൾ വില കുറച്ച് കുറവാണ്, ആൾക്കാർ കുറച്ച് മടുപ്പുണ്ട്. എങ്കിൽ തന്നെയും ഏത് കാലാവസ്ഥയിലും ഏത് മണ്ണിന് യോജിച്ച ഇതാണ് റബ്ബർ. ഇപ്പോൾ മറ്റുള്ള വെള്ളമില്ലാത്ത സ്ഥലത്തും റബ്ബർ നന്നായിട്ട് വളരും. അപ്പം നമ്മൾ സാധാരണ ഈ ഭാഗങ്ങളിൽ നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന RRI 105, RRI 430 ഇനത്തിൽപ്പെട്ട റബ്ബർ തൈകളാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ റബ്ബർ വെക്കുമ്പോൾ അറിയാം, നമ്മൾ അകലം എന്നുവെച്ചാൽ 10-20 അല്ലെങ്കിൽ 11-22 അല്ലെങ്കിൽ 15-15 അല്ലെങ്കിൽ 16-16 ഫീറ്റ്, ഈ അകലത്തിലാണ് റബ്ബർ നമ്മൾ ഇപ്പോൾ നട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരേക്കറിൽ ഏകദേശം 200 മരം ആ രീതിയിലാണ് ഇപ്പം നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ റബ്ബർ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ 2.5 അടി ഒരു കോല് കുഴിയെടുത്ത് അതിനകത്ത് മേൽമണ്ണിട്ട് മൂടി വെക്കുക. എന്നിട്ട് നടുക്കൊരു കമ്പ് കുത്തുക. നമ്മൾ കമ്പ് കുത്തി വെക്കും. അതിന് ശേഷം നല്ല മഴയൊക്കെ പെയ്ത് ഭൂമിയൊക്കെ തണുത്ത് മണ്ണൊക്കെ കുറച്ച് താന്നിരുന്ന് കഴിയുമ്പോൾ ഈ കുഴി കുത്തി കുറച്ച് ദിവസം ഇട്ടിരിക്കേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നടുന്നത് ബെഡ് തൈയാണ്. നമ്മൾ കുഴി കുത്തി മൂടി അന്നേരം തന്നെ നമ്മൾ റബ്ബർ നട്ട് കഴിഞ്ഞാൽ അത് മണ്ണൊന്നും ഇരിക്കും. അപ്പം ബെഡിൻ്റെ അവിടം തൊട്ടേ താന്നു പോകും. അപ്പോൾ നമ്മൾ രണ്ടാമത് ഫ്ലാറ്റ് ഓവർ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പം ബെഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ മൂടാൻ സാധ്യതയുണ്ട്. അപ്പം ബെഡ് ചെയ്ത ഭാഗം ഒരിക്കലും മൂടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റബ്ബർ കുഴി കുത്തിയ ശേഷം ഒരു 10 ദിവസം മിനിമം, അല്ലെങ്കിൽ 15 ദിവസം വെച്ച ശേഷം മാത്രമേ നമ്മൾ മഴയുള്ള സമയത്ത് നല്ല മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ അമർന്ന ശേഷം നമ്മൾ തൈ നടാൻ വേണ്ടി തൈ നടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൈ നടുന്നത് റൂട്ട് ട്രെയിനർ കപ്പിൽ തയ്യാറാക്കിയ തൈയുണ്ട്. കൂടത്തൈകളൊക്കെ ഇപ്പം പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയൊക്കെ നമ്മളിപ്പം കൂടത്തൈയുടെ പരിപാടിയൊന്നുമില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ തയ്യാറാക്കുന്ന കപ്പ് തൈകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ 2 വിഭാഗത്തിൽപ്പെട്ട തൈകളാണ്, കപ്പ് തൈകളും കൂടത്തൈകളും ഉപയോഗിക്കുന്നത്. നമ്മൾ നടുന്ന സമയത്ത് കൂടത്തൈകൾക്കാണെങ്കിൽ കുറച്ച് വളർച്ച കൂടുതലുണ്ടാകും. കപ്പ് തൈകൾക്കാണെങ്കിൽ വളർച്ച കുറവായിരിക്കും. ഒരു സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ. ഏറ്റവും നല്ലത് ഒരു സ്റ്റെപ്പ് തൈയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഇത് RRI 430 ഇനത്തിൽപ്പെട്ട റബ്ബർ തൈയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് കുരുമുളപ്പിച്ച് അതേപോലെ ഇതിനകത്ത് വെച്ച് അതിന് വളർത്തിയ ശേഷം ഇതിൽ നിർത്തി തന്നെ, ഈ കപ്പിനകത്ത് നിർത്തി തന്നെ ബെഡ് ചെയ്തിട്ടാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല വളർച്ചയായിരിക്കും, അതിന് നല്ല വേരുകളുണ്ടാവും. അതിൻ്റെ അറിയണമെങ്കിൽ നമുക്ക് കാണിച്ചാൽ ഇതിൻ്റെ ഏകദേശം കപ്പ് തൈയിലെ വേരിനെ പറ്റി. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെള്ളം മുട്ടിക്കഴിഞ്ഞാൽ അത് ഊരി കിട്ടും. കൂടത്തൈയേക്കാളും വളരെ ഈസിയാണ്. ഉണ്ടോ, ഇത് ഫുള്ള് വേരുകളാണ്. ഒരു കാരണവശാൽ ഒരു 3 സ്റ്റെപ്പ് 4 സ്റ്റെപ്പുള്ള കൂടത്തൈക്ക് ഇതുപോലെ വേരുകൾ ഉണ്ടാകില്ല. പിന്നെ തായ്വേര് ഇവിടെ ഉണ്ടോ, തായ്വേര് ഇവിടെ കട്ടിയും നമ്മൾ മണ്ണിലേക്ക് വെക്കുമ്പോൾ ഇത് ഇവിടുന്ന് തായ്വേര് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് കപ്പ് തൈയുടെ ഒരു പ്രത്യേകത, നല്ല വേരോട്ടെ. അപ്പോൾ എപ്പോഴും നമ്മൾ നടാൻ നല്ലത് ഒരു സ്റ്റെപ്പുള്ള തൈയാണ്. ഇപ്പോൾ കൂടത്തൈ ആണെങ്കിലും നമ്മൾ കുരുവിട്ട് നമ്മളത് ബെഡ് ചെയ്താണെങ്കിലും ഒരു സ്റ്റെപ്പ് തൈ ഏറ്റവും നല്ലത്. കാരണം ഇനിയിപ്പോൾ ഇത് 2ാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ കുറച്ച് അടുത്ത് വരും. 3ാമത്തെ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും ഇത് നല്ല അകലത്തിൽ വരും. പിന്നെ അങ്ങ് നല്ല വളർച്ചയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് നടുന്ന സമയത്ത് ഒരു കുഴിയെടുത്തു, ആ കുഴിയിലേക്ക് കപ്പ് ഇറക്കി വെച്ചു. അതിന് ചുറ്റും വളവും ഒക്കെ ഇട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പുമണ്ണാക്കൊക്കെ നമ്മൾ സൈഡിൽ വെച്ച് നമ്മൾ ഇട്ട ശേഷം കൈകൊണ്ട് ഇത് ഉറപ്പിക്കുകയും ഈ കപ്പ് ഇങ്ങനെ മെല്ലെ പിടിച്ച് ഊരിയെടുക്കുകയും ചെയ്യുന്നത്. ഊരിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തൈ വെക്കേണ്ടത് കുഴിയായി. അപ്പോൾ നമ്മൾ തൂമ്പയുടെ കൈയുടെ മുകളിൽ 2 മുട്ട് മുട്ടിക്കഴിഞ്ഞ് ഇതുപോലെ തൈ കിട്ടും. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിന് ആവശ്യമായ വളങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പം നടുന്ന രീതി അങ്ങനെയാണ്. അപ്പം നട്ട് കഴിഞ്ഞാൽ അപ്പം നമ്മൾ നടാൻ ഈ 2 ഇനത്തിൽപ്പെട്ട RRI 105, 430 നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കാണിച്ചു തരാം. 105-ൻ്റെ തൈ
ഇത് RRI 105 തൈയാണ്. ഇപ്പോൾ കാഴ്ചയിൽ വലിയ വ്യത്യാസം കാണുകയില്ല, പക്ഷേ വളർച്ചയിലും വളരെ പ്രകടമായ മാറ്റം വരും. 1, 2, 3 വർഷം ആകുമ്പോഴത്തേക്കും 105നെ അപേക്ഷിച്ച് ഒരു അരവാശിയിൽ കൂടുതൽ 400 വളർച്ചയുണ്ടാവും. കൂടാതെ 430 ഇലപൊഴിച്ചിൽ വളരെ കുറവാണ്. ഇതിപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം നമുക്ക് ഈ സമയത്തൊക്കെ ഒരു ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇലയൊക്കെ പൊഴിയും. അപ്പോൾ 430 ഇല അങ്ങനെ പൊഴിയുന്നവരെ കാണുന്നില്ല. 105ൻ്റെയാണ് കൂടുതൽ ഇല പൊഴിയുന്നത്. ഇലപൊഴിച്ചിൽ കൂടുതലാണ് 105-ന്. 430 അത്രയില്ല. വളർച്ച കൂടുതലാണ്, പ്രതിരോധ ശക്തി കൂടുതലാണ്, രോഗങ്ങൾ കുറവാണ്. ഈ ചീക്ക് പോലുള്ള രോഗങ്ങളും 430-ന് 105-നെ അപേക്ഷിച്ച് കുറവാണ്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഉൽപ്പാദനം RRI 105-നെ അപേക്ഷിച്ച് 430-ന് ഉൽപ്പാദനം കുറച്ചും കൂടെ കൂടുതലാണ്. അതുതന്നെ ഉൽപ്പാദനത്തെപ്പറ്റി ഇനത്തെപ്പറ്റി നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണ് ഈ RRI 105-ഉം RRI 430-ഉം. 2 ഇനത്തിലും നമ്മൾ നഴ്സറിയിൽ 2 ഇനത്തിൽപ്പെട്ട തൈകളും ലഭ്യമാണ്. നമ്മൾ റൂട്ട് ട്രെയിനർ തൈകൾ മാത്രമേ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ റൂട്ട് ട്രെയിനർ തൈ ആക്കുമ്പോൾ തന്നെ നമുക്ക് സാധാരണ ഒരു കൂടത്തൈ തയ്യാറാക്കുന്നതിനേക്കാൾ ചിലവ് കൂടുതലാണ്. നിങ്ങൾക്കറിയാമുണ്ട്, സ്റ്റാൻഡൊക്കെ ആക്കി അതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണ്. നല്ല ഹൈറ്റിൽ, ഇത് ഇത്ര ഹൈറ്റിൽ പൊക്കി കല്ലൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ സ്റ്റാൻഡ് ഇടുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തായ്വേര് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോൾ തായ്വേര് പെട്ടെന്ന് താഴോട്ട് പോവുകയും ഇതിന് വളർച്ച കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തൈകൾ തയ്യാറാക്കുന്നത്. നമ്മുടെ നഴ്സറി രംഗത്ത് നമ്മൾ ഏകദേശം അല്ല 34 വർഷം കഴിഞ്ഞ് നമ്മൾ നഴ്സറി ഈ ഫീൽഡിൽ, റബ്ബറിൻ്റെ ഫീൽഡിൽ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ അത്ര എക്സ്പീരിയൻസോട് ചെയ്യുന്നതാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് റബ്ബർ ബോർഡിൻ്റെ അപ്രൂവലുണ്ട്. അപ്പോൾ നമുക്കറിയാം, റബ്ബർ ബോർഡിൻ്റെ അപ്രൂവലില്ലാത്ത നഴ്സറികളും തൈകളും വാങ്ങിക്കഴിഞ്ഞാൽ ആ ബില്ല് ബോർഡ് അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ പുതിയതായിട്ട് കണ്ണൂർ ജില്ലയിൽ മാത്രമായിട്ട്, കേരളത്തിലിപ്പം കോഴിക്കോടും നമ്മുടെ കാസർഗോഡും ഇല്ല, കണ്ണൂർ ജില്ലയ്ക്കുണ്ട്. കേര പദ്ധതിപ്പെടുത്തിക്കൊണ്ട് 75,000 രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അപ്രൂവലുള്ള നഴ്സറിയിൽ നിന്ന് മാത്രമേ തൈകൾ വാങ്ങാവൂ. അപ്പോൾ നമ്മൾ തൈകൾ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ അത് ബുക്ക് ചെയ്യുക. പിന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നമുക്ക് കുറച്ച് കൂടുതലൊക്കെ തൈ ആവശ്യക്കാരുണ്ടെങ്കിൽ അത് നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.